നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഡിറ്റോക്സ് വാട്ടറും ബെഡ് ടൈം ഡ്രിങ്കും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ള ആഗ്രഹത്തിലൊക്കെ പലരും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ ബെഡ് ടൈം ഡ്രിങ്ക് എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഈ ഡ്രിങ്ക് വളരെ നല്ലതാണ്. അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവർക്ക് ഇതൊരുപാട് ഹെൽപ്ഫുള്ളാണ്. PCOD ഉള്ളവർക്ക്, തൈറോയിഡ് ഉള്ളവർക്ക് തുടങ്ങി എല്ലാ അസുഖങ്ങൾ ഉള്ളവർക്കും വളരെ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. നല്ലൊരു ബെഡ് ടൈം ഡ്രിങ്ക് ആണെന്ന് മാത്രം ഓർക്കുക. കൂടുതലും ഈ സമയത്ത്, അതായത് ഡിസംബർ ജാനുവരി ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെഡ് ടൈം ഡ്രിങ്ക് തന്നെയാണ് ഇത്. നമ്മൾ കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ ഡ്രിങ്ക് കുടിക്കണമെന്നേ ഉള്ളൂ. കുടിക്കുമ്പോൾ ചെറിയ ചൂടോടെ കുടിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും ഒരുപാട് ഡ്രിങ്ക്സ് പറയുന്നുണ്ട്, പക്ഷേ ഈ മാസങ്ങളിൽ കുടിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണിത്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്യാം, അതിൻ്റെ റിസൾട്ട് പറഞ്ഞു തരികയും ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ത്രിഫല പൗഡറാണ്. ത്രിഫല പൗഡർ സൂപ്പർ മാർക്കറ്റ്സിൽ ലഭിക്കും, ആയുർവേദ ഷോപ്പുകളിൽ ലഭിക്കാറുണ്ട്, പിന്നെ അതുപോലെ ഓൺലൈനായിട്ടും ലഭിക്കാറുണ്ട്. ത്രിഫല എന്ന് പറഞ്ഞാൽ 3 ഫലങ്ങളുടെ ഒരു കൂട്ടാണ് ഈ ത്രിഫല പൗഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഫലം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടുക്ക അടങ്ങിയിട്ടുണ്ട്. പിന്നെ താണിക്ക എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടുണ്ട്. കടുക്കൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഡ്രൈഡ് ഫ്രൂട്ടാട്ടോ. ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്, ഇത് 3 അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ത്രിഫല പൗഡർ എന്ന് പറയുന്നത്. ത്രിഫല പൗഡർ കുടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്, നല്ല കയ്പായിരിക്കും, ഇതിന് നല്ല ബിറ്റർ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് കുടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആദ്യം തന്നെ പറയാം. പിന്നെ നമ്മുടെ ഹെൽത്തിന് അത്ര ബെനിഫിറ്റ്സ് ലഭിക്കുന്നത് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ എപ്പോഴും അസിഡിറ്റി ഉണ്ടാവും, എപ്പോഴും ബ്ലോട്ടിങ് ഉണ്ടാവും. പിന്നെ IBS നല്ല കേട്ടോ, ഇൻഫ്ലമേറ്ററി ബൗൾ സിൻഡ്രോം ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണിത്. യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. പിന്നെ ഉറക്കക്കുറവുള്ളവർക്ക്, ഇപ്പോൾ രാത്രി ഒരുപാട് വൈകി ഉറങ്ങുക അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പാണ് നിങ്ങൾക്ക് എങ്കിൽ ഈ ഡ്രിങ്ക് ഷുവറായിട്ടും കുടിച്ച് നോക്കേണ്ടതാണ്. വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രിഫല പൗഡർ എടുക്കാം. ഓക്കെ, ത്രിഫല പൗഡർ 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഇത് നമ്മളൊരു ബൗളിലോട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഹോട്ട് വാട്ടർ, ചൂടുവെള്ളം ആഡ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കുറുക്ക് പോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് കറുകപ്പട്ടയുടെ സ്റ്റിക്ക് ഒരു 2 ചെറിയ സ്റ്റിക്ക് മതിയാവും. കറുകപ്പട്ടയുടെ സ്റ്റിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം ആയുർവേദ ഷോപ്പുകളിലൊക്കെ ലഭിക്കാറുണ്ട്. ഇത് കുറഞ്ഞ അളവിൽ ഒരു 2ഓ 3ഓ ഇങ്ങനെ സ്റ്റിക്ക് പോലത്തെ സംഭവമായിരിക്കും, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട്, ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സ് അങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, ഇപ്പോൾ ആദ്യ ഭാഗം കഴിഞ്ഞു. ചെയ്യേണ്ടത് ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് സാധാരണ നമ്മൾ വെള്ളം തിളപ്പിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ബോയിൽ ചെയ്യുക. നന്നായി വെട്ടി തിളച്ച് വരുമ്പോഴത്തേനും ഈ 45 മിനിറ്റ് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായല്ലോ ത്രിഫലയും അതുപോലെ സിന്നമണ്ണും പിന്നെ ഇരട്ടി മധുരം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കൂട്ട് ഈ വെള്ളത്തിലേക്ക്, ബോയിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അരിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് ബെഡ് ടൈം ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത് ഉപയോഗിക്കണമെന്ന് മാത്രം. ലിവറിൻ്റെ ഫങ്ഷനിങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ബാഡ് കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക്, LDL ഉള്ളവർക്ക്, ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കക്കുറവുള്ളവർക്കും അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവർക്കും, വയറിന് ഏറ്റവും നല്ല കേട്ടോ, ഡൈജഷൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കും, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി, മെൻ്റൽ പ്രഷർ, എപ്പോഴും ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മാറാനും അതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാറ്റ് മൊബിലൈസ് ചെയ്യാനും നമ്മുടെ ബോഡിയിൽ അമിതമായി കെട്ടിക്കിടക്കുന്ന ഫാറ്റൊക്കെ ഒന്ന് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഫാറ്റൊക്കെ ബേൺ ആയിട്ട് നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കുറയുന്നതായിരിക്കും. അതുപോലെ ബെല്ലി ഭാഗത്തെ ഫാറ്റ് കൂടുതലുള്ളവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ത്രിഫല പൗഡർ എന്ന് പറഞ്ഞാൽ അത്രയധികം ബെനിഫിറ്റ്സ് ഉള്ള ഒരു പൗഡറാണ്, ആയുർവേദം പറയുന്ന ഒരു പൗഡറാണ്. പക്ഷേ ഞാൻ കുറേയൊക്കെ ഈ നാച്ചുറോപ്പതി ആയുർവേദവും ഒക്കെ പറയാറുണ്ട് എൻ്റെ ക്ലയൻസിനോട്, കാരണം അതിൽ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്യാറുമുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡ്രിങ്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിന് നല്ല ബിറ്റർ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് തേൻ യൂസ് ചെയ്യാവുമെന്ന്. തേൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ ശുദ്ധമായ തേനായിരിക്കണമെന്ന് മാത്രം. അല്പം മധുരം കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ 10:30ക്കാണ് കിടക്കുന്നതെങ്കിൽ 10 മണിക്ക് ചെറിയ ചൂടോടെ ഈ ഡ്രിങ്ക് കുടിച്ചിട്ട് 10:30ക്ക് നിങ്ങൾ കിടന്നോളൂ. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.